ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹെർബർട്ട് ഹാരിസിൻ്റെ ദ 12 യൂണിവേഴ്സൽ ലാ ഓഫ് സക്സസ്, ജീവിത വിജയത്തിന് ആവശ്യമായ 12 നിയമങ്ങൾ നമ്മൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും. അതിൽ ഒന്നാമത്തത് ദ ലാ ഓഫ് തോട്ട്. നമ്മുടെ ചിന്തകൾ, അതായത് നല്ല ചിന്തകൾ, പോസിറ്റീവ് ചിന്തകൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ്. ബി പോസിറ്റീവ് ഓൾ ദ ടൈം. സെക്കൻഡ്, ഹാരിസ് പറയുന്നത് ദ ലാ ഓഫ് ചേഞ്ച്. ജീവിതത്തിൻ്റെ വിജയത്തിന് മാറ്റം അനിവാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു ഡെയിലി, നിങ്ങൾക്കറിയാം അതിൻ്റെ ഫലം എന്താണെന്ന്. അത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് തരുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് അത് ചെയ്യുക. അത് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. ആണ് പറയുന്ന ചേഞ്ച്, ദ ലാ ഓഫ് ചേഞ്ച്. ചേഞ്ച് നമുക്ക് ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒന്നാണ്. മൂന്നാമത്തത് ലാ ഓഫ് വിഷൻ. ജീവിതത്തിൽ വിജയിക്കുന്നതിന് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെ, ഇപ്പം നിങ്ങൾ ഒരു ബസ്സിൽ കയറിയാലും എവിടെ കയറിയാലും നിങ്ങൾ എവിടെ പോകണമെന്ന് ചോദിക്കും. നിങ്ങളൊരു ഡെസ്റ്റിനേഷൻ, നിങ്ങൾക്ക് എവിടെ ജീവിതത്തിൽ ചെന്നെത്തണം. അപ്പോൾ ഒരു എയിമില്ലാതെ ഇരുന്നാൽ നിങ്ങൾക്ക് എങ്ങും ചെന്നെത്താൻ പറ്റില്ല. അതൊരു നല്ല ഒരു ക്ലിയർ വിഷൻ, ഒരു ഇതുണ്ടായിരിക്കണം നിങ്ങൾക്ക്. അത് ഒരു ജീവിതത്തിൻ്റെ വിജയത്തിന് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ, നാലാമത്തത് ലാ ഓഫ് കമാൻഡ്. നമ്മുടെ ഫോക്കസ് ഓൺ ദി പവർ ഓഫ് സ്പോക്കൺ വേർഡ്. നമ്മുടെ വാക്കുകൾ, പവർ ഓഫ് സ്പോക്കൺ വേർഡും അതും അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സുകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ ഇത് ചെയ്യുന്നതിന് നമ്മൾ അഫർമേഷൻ, നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ അത് നമുക്ക് അത് ശീലമാവുകയും അല്ലെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസിൽ റെക്കോർഡഡ് ആവുകയും ചെയ്യും. നെക്സ്റ്റ്, ലാ ഓഫ് ആക്ഷൻ. ഹാരിസൺ പറയുന്നത് ആക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെങ്കിലും നമ്മൾ ആക്ഷനും കൂടെ ഇല്ലാതെ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. നമുക്കെല്ലാം ഐഡിയകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തനവും കൂടെ വേണം. ഒന്നും നമുക്ക് ലോകത്തൊന്നും ഫ്രീ ആയിട്ടൊന്നും കിട്ടത്തില്ല. ആളുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ്, അറിവുകൾ പകർന്നു തരും. ആ അറിവുകൾ നമ്മൾ അപ്ലൈ ചെയ്യണം. ആപ്ലിക്കേഷൻ ഓഫ് നോളജ് എങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് ആരും ഫ്രീ ആയിട്ട് ആരും ഒന്നും കൊണ്ടു തരില്ല. പലരുടെയും ധാരണ അതാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ലാ ഓഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ വാല്യൂ ഉണ്ടാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതായത് നമ്മുടെ സമൂഹത്തിലായിരുന്നാലും എവിടെയായിരുന്നാലും നമുക്ക് വാല്യൂ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ള പീപ്പിൾ നമ്മളെ ഇഷ്ടപ്പെടണം. അതിന് നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്ന പ്രവൃത്തികളിലേക്ക് അവരെ എന്തെങ്കിലും പബ്ലിക്കിനെ സെർവ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം അപ്പോൾ നമുക്ക് അത് ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ഗുഡ് ഇംപ്രഷൻ ഉണ്ടാവുകയും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുന്നതിന് ഒരു സ്റ്റെപ്പായി മാറുകയും ചെയ്യും. ഏഴാമത്തെ ലോ എന്ന് പറയുന്നത് ഹാരിസൺ പറയുന്നത് ദ ലാ ഓഫ് റിലേഷൻഷിപ്സ്. നല്ല ബന്ധങ്ങൾ, ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അത് നമ്മളെ വിജയത്തിലേക്ക്
നയിക്കും. അപ്പം ബന്ധങ്ങൾ എപ്പോഴും നല്ല രീതിയിലാക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. അപ്പം അതുകൊണ്ട് കഴിവതും എല്ലാവരുമായിട്ടും യാതൊരു എനിമിറ്റി, ശത്രുതയില്ലാതെ നല്ല രീതിയിൽ പീപ്പിൾ സ്കില്ലുകളൊക്കെ പഠിച്ച് ഓരോരുത്തരെ ഏത് രീതിയിൽ ഇത് ചെയ്യണം, നല്ല ഹാർമോണിയസ് ആയിട്ട് ആളുകളുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കണം. അത് നിങ്ങളുടെ ജീവിത വിജയത്തിന് ഒരു പ്രധാന ഘടകമാണ്. നെക്സ്റ്റ്, ലോ ഓഫ് സപ്ലൈ. അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ചുറ്റും ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം അത് സീസിങ് ഓപ്പർച്യൂണിറ്റീസ് ക്യാൻ ലീഡ് ടു സക്സസ്. നമ്മൾ അവസരങ്ങൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് നമ്മൾ ഉപയോഗിക്കണം. ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് വന്ന് മുട്ടുമെന്ന് പറയത്തില്ല. അപ്പോൾ അവസരങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ അതിനെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അടുത്ത 9ാമത്തെ, അത് ഒരു പ്രധാനപ്പെട്ടതാണ്, പെർസിസ്റ്റൻസ്. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവൂ. പെർസിസ്റ്റൻസി ഇല്ലാത്തവർക്ക് വിജയം ഉണ്ടാവുകയുമില്ല. നമ്മളൊരു സംരംഭത്തിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്ന് നിർത്തിക്കളഞ്ഞാൽ യു ഹാവ് ടു ഡു ഇറ്റ് എവരി ഡേ എന്നും അത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ വിജയത്തോട് അടുത്തടുത്ത് വരും. അപ്പം ഈ ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ലോ ഓഫ് പെർസിസ്റ്റൻസ് എന്ന് പറയും, നിരന്തരമായിട്ടുള്ള പരിശ്രമം. നെക്സ്റ്റ് വൺ, 10ാമത്തത്, ദ ലോ ഓഫ് ഹ്യൂമൻ മാഗ്നറ്റിസം. ഇൻഡിവിജ്വൽസ്, ചിലർ നമ്മൾ കാരിസ്മാറ്റിക് പീപ്പിൾ എന്നൊക്കെ പറയില്ലേ, അത് നല്ല ആളുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളുണ്ടായിരിക്കും. അത് അവരുടെ ആ സ്വഭാവത്തിൻ്റെ ഇതാണ്. അപ്പോൾ അവർ അട്രാക്റ്റിംഗ് ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ആയി മാറണം. കൾട്ടിവേറ്റിംഗ് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, നമ്മളെ സ്വഭാവമെല്ലാം വളരെ പോസിറ്റീവ് ആയിരിക്കണം, മൈൻഡ് സെറ്റ് ക്ലിയർ ആയിരിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ നമ്മളിൽ വന്നു ചേരും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെന്താണോ അത് മാത്രമേ നമ്മളിലോട്ട് വന്ന് ചേരത്തുള്ളൂ. നമ്മൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമുക്ക് ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വന്ന് ചേരത്തുള്ളൂ. അതൊരു യൂണിവേഴ്സൽ നിയമമാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. നെക്സ്റ്റ്, ദ ലോ ഓഫ് ട്രൂത്ത്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഇതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സത്യസന്ധത. ഓണസ്റ്റി ഇല്ലാത്തവർക്ക് താൽക്കാലിക വിജയം മാത്രമേ ഉണ്ടാകൂ. നമ്മൾ എപ്പോഴും ആളുകളുടെ അടുത്തും എന്തിനോടും വളരെ സത്യസന്ധമായി മാത്രമേ ഡീല് ചെയ്യാവൂ. അപ്പോൾ അത് ജീവിത വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ദ ലോ ഓഫ് ട്രൂത്ത്. 12ാമത്തെ, ലാസ്റ്റ് വൺ, ലോ ഓഫ് ഫോക്കസ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഫോക്കസ് ഇല്ലാതിരുന്നാൽ ഒരു കാര്യം എപ്പോഴും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അത് ഫിനിഷ് ചെയ്തിട്ട് മാത്രമേ മറ്റേതിലോട്ട് പോകാം. ഇപ്പം നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഒരേ സമയത്ത് 2 വസ്തുക്കളെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ ഒക്കത്തില്ല. അത് മനസ്സിലാകാതെ, അതുകൊണ്ട് ഫോക്കസ് ജീവിത വിജയത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പം ലോ ഓഫ് ഫോക്കസ് അതാണ് 12ാമത്തെ ലോ. അപ്പോൾ ഈ ലോസ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കും ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റും. അപ്പോൾ ഈ നൗ ഡേയ്സ് ഇൻഫർമേഷൻസ് എല്ലാ അറിവുകളും നമുക്ക് ഗ്യാദർ ചെയ്തുകയാണ്. അപ്പം നമ്മുടെ ഭാഗത്തെന്ന് പറയുന്നത് ആക്ഷൻ ഉണ്ടായിരിക്കണം. ആക്ഷൻ ഇല്ലാതെ നമ്മൾ പ്രവർത്തിക്കാതെ ഒരു റിസൾട്ടും നമുക്ക് കിട്ടത്തില്ല. അപ്പം ഇതാണ് ഹാരിസൻ്റെ 12 ലോസ് ഓഫ് സക്സസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കൂടെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസങ്ങൾ വരുന്നത്. അതുവരെ എല്ലാവർക്കും ബായ്.